മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. യേശുവിൻ വാതിൽ ചാരിടുക, സഹായം താനെല്ലാ നാളും. വിശ്വസിക്കിൽ തൻ ദിവ്യ സ്നേഹം ഗീതത്താലുള്ളം നിറയ്ക്കും. ചാരിടുക നിത്യസ്നേഹത്തിൽ, ചാരിടുക തൻ ഹൃദയത്തിൽ, ചാരിടുക സ്വപുരം നോക്കി രക്ഷകനിൽ ചാരിടുക. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളോട് പറയുകയാണ്, അവർ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പറയുകയാണ്, ഈ കഷ്ടത അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഒന്നാമതായി, അവർ സ്വർഗീയമായ ഒരു ജന്മം ലഭിച്ചവരാണ്. സ്വർഗീയമായ ജന്മം ലഭിച്ച അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്, ഇവിടുത്തുകാരല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും പിശാചിൽ നിന്നുമുള്ളതായ പോരാട്ടങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ അവർ ഈ കഷ്ടതയുടെ മധ്യത്തിൽ നിലനിൽപ്പാനും കർത്താവിൽ സന്തോഷിക്കുവാനും കഴിയുന്നു. അടുത്തതായി പറയുന്നു, നിങ്ങളിപ്പോൾ ഈ കഷ്ടത ഈ ഒരു കാലത്തേക്കുള്ളതാണ്. ഈ കഷ്ടതയ്ക്ക് ഈ ഭൂമിയിലെ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ നിലനിൽപ്പ്. ആ കഷ്ടതയ്ക്ക് ഈ ഭൂമിയിൽ അനുവദിക്കുന്ന ദൈവം അതിനൊരു സമയം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസത്തിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത കർത്താവ് അറിയുന്നുണ്ട്. ഇപ്പോഴുള്ള കഷ്ടത തീരുന്നൊരു ദിവസമുണ്ട്. ഇപ്പോഴുള്ള കഷ്ടതയ്ക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ഇപ്പോഴത്തെ കഷ്ടതയിൽ അവരെന്ത് ചെയ്യണം? ആനന്ദിക്കണം. കഷ്ടതയിൽ എങ്ങനെ ആനന്ദിക്കുവാനായിട്ട് കഴിയും? കഷ്ടതയിൽ ആനന്ദിക്കാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ കൃപ, ദൈവാത്മാവിൻ്റെ സഹായം, പ്രാർത്ഥന, കർത്താവിലുള്ള ആശ്രയം, ഇവ മൂലം ആനന്ദിക്കുവാൻ സാധിക്കുന്നു. അടുത്തായിട്ട് പറയുന്നത്, ഈ കഷ്ടത അല്പനേരത്തേക്കേ ഉള്ളൂ. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കാനായിട്ട് ഇടയാകുന്നു. ഞൊടി നേരത്തേക്ക് കഷ്ടം അനുഭവിക്കുന്നവരോട് പറയുക, ഇത് അത്യന്ത തേജസ്സിൻ്റെ നിത്യഘനം എന്ന പ്രതിഫലത്തിന് കാരണമാകുന്നു. നിത്യതയിലെ ആ തേജസ്സും നിത്യതയിലെ ആനന്ദവും നോക്കുമ്പോൾ ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടതയൊക്കെ ഒരു ഞൊടി നേരത്തേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് അല്പനേരം കഴിയുമ്പോൾ കഷ്ടതയെല്ലാം മാറും. കർത്താവ് വരും. കർത്താവിൻ്റെ രാജ്യത്തെ പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നീട് കഷ്ടതയില്ലാത്ത ഒരു രാജ്യത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട്, ഈ കഷ്ടത ആവശ്യമുള്ളതാണ് എന്ന് ഒരു സൂചന നമുക്കിവിടെ ഉണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കുന്നത് വിശ്വാസിക്ക് ആത്മീയമായിരിക്കുന്ന ഒരു പക്വതയിലേക്ക് വരുവാനാണ്. നാം റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വായിക്കുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും
സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടതയിൽ പ്രശംസിക്കുകയാണ്, കഷ്ടതയിൽ സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്? കർത്താവ് കഷ്ടത അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സഹിക്കാനുള്ളതായ ഒരു കഴിവ് ഉണ്ടാകുവാൻ കൂടിയാണ്. മാത്രമല്ല അത് ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക്, കഷ്ടം സഹിക്കുന്നവരോട് സഹതാപമുള്ളവരായിരിക്കുവാൻ, കഷ്ടം സഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, കഷ്ടം സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ഈ ഭൂമിയിൽ കാണുന്ന സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നിസ്സാരമെന്ന് എണ്ണുവാൻ കഷ്ടത നമ്മളെ സഹായിക്കുന്നതാണ്. മാത്രമല്ല സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കാൻ കഷ്ടത വിശ്വാസിയെ അനുവദിക്കുന്നതാണ്, അത് ആവശ്യമാണ് എന്ന് പത്രോസ് ഇവിടെ പറയുന്നു. ഇനി കഷ്ടതയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. നാനാ പരീക്ഷകൾ, വിവിധങ്ങളായ പരീക്ഷകളിലൂടെ ഈ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കടന്നു പോകുന്നു. അവര് യഹൂദ മതത്തിൽ നിന്ന് മുന്നോട്ട് വന്നവർക്ക് യഹൂദ മതത്തിൽ നിന്നുള്ളതായ കഷ്ടതകളുണ്ട്. അതുപോലെ തന്നെ റോമൻ ഗവൺമെന്റിൽ നിന്നുള്ളതായ പീഡനമുണ്ട്. അവിടെ ചുറ്റുമുള്ള ജാതികളിൽ നിന്നുള്ള പീഡനമുണ്ട്. മാത്രമല്ല പലവിധമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അങ്ങനെയുള്ളതായ ഇല്ലായ്മകൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് അവരേറ്റ ആ പീഡനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായ വേദനകൾ, ഇങ്ങനെ പലവിധമായ പരീക്ഷകൾ, മാത്രമല്ല പിശാച് അവരെ വീഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രലോഭനങ്ങൾ, ഇങ്ങനെ വലിയൊരു കഷ്ടതയുടെ, പ്രതിസന്ധികളുടെ, പ്രശ്നത്തിൻ്റെ നടുവിലൂടെയാണ് അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് എന്താണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ദുഃഖത്തിലേക്ക്, സങ്കടത്തിലേക്ക്, സന്താപത്തിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ളതാണ്. ആ ദുഃഖവും സന്താപവും സങ്കടമൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഇവിടെ പത്രോസ് പറയുകയാണ്. അതിൽ പെട്ടുപോകരുത്. സങ്കടം, ദുഃഖവും, പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, ഹൃദയത്തിൽ ഭാരവും, ആകുല ചിന്തകളും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നാലും അതിനടിമപ്പെട്ടു പോകരുത് എന്ന് പറയുകയാണ്. കാരണം എന്താണ്? ആനന്ദിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ കഷ്ടതയുടെ മധ്യത്തിലും ആനന്ദം നൽകുവാൻ മതിയായവനാണ്. കഷ്ടാനുഭവിക്കുന്നതായ വിശ്വാസികളെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ നിലയിൽ അവരെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. കഷ്ടതയിൽ സന്തോഷിക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയും? കഷ്ടമേറ്റ കർത്താവിനോടുള്ള കൂട്ടായ്മയാണ്. മാത്രമല്ല ഈ കഷ്ടത അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരമാണ്. കഷ്ടത നൽകുന്ന ഭാവി പ്രത്യാശയെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും താഴോട്ട് പത്രോസ് പറയുന്നുണ്ട്. കഷ്ടത നൽകുന്ന ആ പ്രതിഫലം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് വായിക്കുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് കർത്താവിൻ്റെ തേജസ്സിൽ അധിക പങ്ക് ലഭിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളെ ഓർത്ത് കഷ്ടതയിൽ കൈവിടാതെ കൂടെയിരുന്ന് പരീക്ഷ സഹിക്കുന്നവരെ സഹായിപ്പാൻ ശക്തനായ കർത്താവ് നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ കൈവിട്ടു പോകുന്നവരല്ല, കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ കഷ്ടതയെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വെളിച്ചമേകും പാതയില്ല, തൻ വഴിയെ മോദാൻ ശാന്തസ്വരം ശ്രവിക്കുക. ചാരിടുക നിത്യസ്നേഹത്തിൽ, ചാരിടുക തൻ കൃപയതിൽ, ചാരിടുക സത്പുരം നോക്കി
രക്ഷകൻ